ജസ്റ്റിസ് കമാൽ പാഷ, നോക്കൂ, എം വി ഗോവിന്ദൻ്റെ ഈ പ്രസംഗം 3 വരിയോ 4 വരിയോ ആണ് നമുക്ക് ഈ ചർച്ചയ്ക്ക് ആധാരമാകുന്നത്. പക്ഷേ നോക്കൂ, നമ്മുടെ ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, അങ്ങനെ എല്ലാ സംവിധാനങ്ങളും ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഒരു ഏകാധിപത്യ പ്രവണതയിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ ജുഡീഷ്യറി ഒരു അവസാന തുരുത്തായി നിലകൊള്ളുന്നു. അവിടെയാണ് എം വി ഗോവിന്ദൻ പറയുന്നത് അതും അധികകാലം ഉണ്ടാകില്ല എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ കേശവാനന്ദ ഭാരതി കേസ് എടുത്താൽ അതിൻ്റെ അടിസ്ഥാന തത്വങ്ങളെ മറികടക്കാനാകില്ല എന്നുള്ള വിധിന്യായമാണ് ഒരു തടസ്സമായി ഇപ്പോൾ പ്രധാനമായും നിൽക്കുന്നത്. അത് 15 അംഗ ബെഞ്ചിൽ എത്തിച്ച് ഭൂരിപക്ഷ വിധി നേടിയെടുത്താൽ പിന്നെ നേരത്തെ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ചൂണ്ടിക്കാണിച്ചതുപോലെ എങ്ങനെയായിരിക്കും റിപ്പബ്ലിക്കിൻ്റെ അവസ്ഥ? ഇതൊരു പൗരൻ എന്നുള്ള നിലയിൽ എൻ്റെയും ആശങ്കയാണ്. അങ്ങയുടെ ആശങ്കയാണോ ശ്രീ കമാൽ പാഷ? ഓക്കെ, അതിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് നമ്മൾ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ പറഞ്ഞതിലൊരു ചെറിയ തിരുത്തുണ്ട്. അദ്ദേഹം പറഞ്ഞു, അതായത് ഈ കൊളീജിയത്തിന്, അതായത് സുപ്രീം കോടതിയുടെയോ ഹൈക്കോടതിയോ കൊളീജിയത്തിന് ഈ ആളുകളുടെ പ്രവർത്തനം എങ്ങനെയാണ് എന്നുള്ളത്, അതായത് കോടതിയിലെ പെർഫോമൻസ് അല്ലാതെ അവരുടെ ഇൻറ്റഗ്രിറ്റിയോ അതൊക്കെ അതിനെക്കുറിച്ചൊന്നും തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞത് ശരിയല്ല. കാരണം കൊളീജിയത്തിൽ ഇപ്പോൾ പണ്ടാണെന്നുണ്ടെങ്കിൽ കൊളീജിയം കഴിഞ്ഞതിന് ശേഷമായിരുന്നു ഇതേപോലുള്ള റിപ്പോർട്ടുകളൊക്കെ വരുത്തുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പം നേരത്തെ തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച്, അതേപോലെ IB, ഇവരുടെ എല്ലാം അവരെല്ലാം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ആളിനെ ശരിയായി പേരും തീരുമാനിച്ച് ആ ഇൻറ്റഗ്രിറ്റിയൊക്കെ ഉണ്ടെന്ന് കണ്ടാൽ മാത്രമേ കൊളീജിയം എടുക്കുള്ളൂ. അത് അപ്പം കൊളീജിയം കഴിഞ്ഞല്ല പിന്നെ ഈ ഇൻറ്റഗ്രിറ്റിയൊക്കെ പരിശോധിക്കുന്നത്. അതുകൊണ്ട് ഇൻറ്റഗ്രിറ്റിയൊക്കെ പരിശോധിച്ചിട്ട് കൊളീജിയം എടുക്കുന്ന തീരുമാനത്തെ മാറ്റിമറിക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ അപ്പൊ പിന്നെ കൊളീജിയം ഈ പേരുകൾ നിർദ്ദേശിച്ചാൽ പിന്നെ അതിനകത്തൊരു പൊളിറ്റിക്കൽ അരിപ്പയായി മാറുകയാണോ കേന്ദ്ര സർക്കാർ? അത് അങ്ങനെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് സംശയം വരും. കാരണം അതിന് കുറേ ആളുകൾ എടുക്കുന്നു, ബാക്കി ആളുകൾ എടുക്കുന്നില്ല. ഓൺ വാട്ട് ഗ്രൗണ്ട്? കാരണം പിന്നൊരു പ്രത്യേക ഒരു അന്വേഷണം ഒന്നുമില്ല. ആദ്യം തന്നെ മുഴുവനായിട്ടുള്ള അന്വേഷണം കഴിഞ്ഞതിന് ശേഷമാണ് കൊളീജിയം റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ കൊളീജിയം റെക്കമെൻഡ് ചെയ്തതിന് ശേഷം പിന്നെ ഒരു അന്വേഷണവും വരുന്നില്ല. പണ്ടങ്ങനെ ഉണ്ടായിരുന്നു, വരുമായിരുന്നു. ഇതിപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ കൊളീജിയം എടുക്കണമെങ്കിൽ തന്നെ ആദ്യം ഇതുപോലെ ഇൻറ്റഗ്രിറ്റി എല്ലാം നന്നായിട്ട് സർട്ടിഫിക്കറ്റ് കിട്ടുന്നവരുടെ മാത്രമേ എടുക്കുള്ളൂ. പിന്നെ അത് ബാക്കിയുള്ള കാര്യങ്ങൾ, അതൊക്കെ നമുക്ക് പറയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളൊക്കെ ഇല്ലേ. ഈ കൊളീജിയം സിസ്റ്റം എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ ഞാനത് എഗൻസ്റ്റാണ്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞ പോലെ ഞാൻ എഗൻസ്റ്റാണ്. കാരണം അതിലും നല്ലൊരു സിസ്റ്റം ജഡ്ജിമാരുടെ മാത്രം ഒരു അതാ ഞാൻ പറഞ്ഞ അതിനകത്തെ അത് നികേഷ് ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്. പലപ്പോഴും ഞാനത് ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. ഹൈക്കോടതിയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് സ്വജനപക്ഷപാതമൊക്കെ പലപ്പോഴും കടന്നു വരാറുണ്ട്. ആളുകൾ മനുഷ്യരല്ലേ, അവർക്ക് ഇഷ്ടമുള്ള നീ എൻ്റെ മരുമോനെ നീ പറ, നിൻ്റെ മരുമോനെ ഞാൻ പറയാം. അതാണ് ഒരു നീക്കുപോക്ക്, ഗിവ് ആൻഡ് ടേക്ക് പോളിസി. പലപ്പോഴും ഇങ്ങനെയുള്ളതിനകത്തൊന്നും അത് വരാൻ പാടില്ല. അത് വളരെ കുറ്റമറ്റതായിരിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. NJAC വന്നു, അത് അമെൻമെൻറ്റൊക്കെ. പക്ഷെ അത് സുപ്രീം കോടതി അതിനെ നള്ളിഫൈ ചെയ്തതിന് ഞാൻ അതിലും കുഴപ്പം കാണുന്നില്ല. അതിൻ്റെ കാരണം പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്സിന് അതിനകത്ത് നല്ല ഒരു ഭാഗം അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കാൻ പോകുന്നത് ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിന് അറിയാമല്ലോ, ഞാൻ പറയണ്ടല്ലോ എന്താണെന്ന്. അപ്പോയിൻമെൻറ്റിൽ, ജഡ്ജിമാരുടെ അപ്പോയിൻമെൻറ്റ്സിൽ ഇതുപോലുള്ള ആളുകൾക്ക് കടന്നു കയറാമെങ്കിൽ, അങ്ങനെ കൊടുക്കാമെങ്കിൽ പിന്നെ അത് ഉണ്ടാകുന്ന ആ കോൺസിക്വൻസ് നമുക്കറിയാമല്ലോ. അതുകൊണ്ട് അത് മാറ്റിമറിച്ചതിൽ ഞാനൊന്നും കാണുന്നില്ല. പക്ഷേ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ കേശവാനന്ദ ഭാരതി കേസ് 15 അംഗ ജഡ്ജിമാരുടെ ഒരു ബെഞ്ച് രൂപീകരിച്ച് അതൊരു വേറെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊന്നും ചെയ്യാൻ ഒക്കത്തില്ല. കാരണം അത് അന്നിരിക്കുന്ന ജഡ്ജിമാരനുസരിച്ചിരിക്കും അവരെ എങ്ങനെയാണ് അത് ചിന്തിക്കുന്നത്. നരേന്ദ്രമോദി സർക്കാർ ചെയ്ത കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. രണ്ടാം നരേന്ദ്രമോദി സർക്കാർ കുറെ കൂടി അഗ്രസീവ് ആയിരുന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ 2024 മൂന്നാം നരേന്ദ്രമോദി വരികയാണ് എങ്കിൽ ഒരുപക്ഷെ രാമക്ഷേത്രത്തിൻ്റെയും ജമ്മു കാശ്മീരിൻ്റെയും കാര്യത്തിൽ തീരുമാനമായ സ്ഥിതിക്ക് ഇനി ഏകീകൃത സിവിൽ കോഡും അതുപോലെ തന്നെ ഇനിയിപ്പോൾ രാജ്യത്തിൻ്റെ ഒരു ഘടന എങ്ങനെ ആയിരിക്കണം എന്നത് സംബന്ധിച്ചൊക്കെയാണ്. ഒരുപക്ഷെ ഒരു പ്രസിഡൻഷ്യൽ രീതി വന്നേക്കാം. പൗരനാകാൻ മതം ഒരു പ്രധാനപ്പെട്ട ഘടകമായേക്കാം. ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ കോടതി ആവശ്യമായി വരികയാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രസക്തമായ വിഷയം.
നികേഷ്, അതൊക്കെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, ഓരോ കാലങ്ങളിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന അതാത് ഗവൺമെൻറ്റുകൾ അവരുടെ പോളിസി ഡിസിഷനാണ്, നമ്മളൊന്നും പറയാൻ പറ്റുന്നില്ല, നമുക്കതൊന്നും പറയാൻ പറ്റുന്നില്ല. ഈ ഇപ്പോൾ ഇവരുടെ ഗവൺമെൻറ് വന്നതിന് ശേഷം മാത്രമൊന്നുമല്ല ഈ അപ്പോയിൻമെൻറ്റിലൊക്കെ കുഴപ്പം വന്നിട്ടുള്ളത്. നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ. ജസ്റ്റിസ് കന്നയൊക്കെ ഓവർലുക്ക് ചെയ്തിട്ട് ജസ്റ്റിസ് ബേഗിനെ നിയമിക്കുന്ന നമ്മൾ കണ്ടതാണല്ലോ. അത് യഥാർത്ഥത്തിൽ ആരാണ്? ഇന്ദിരാഗാന്ധി ഗവൺമെൻറ്റാണ് ആ ചെയ്തത്. അപ്പോൾ അതിൻ്റെ കാരണം നമുക്കറിയാമല്ലോ എന്താണെന്ന്. അപ്പോൾ ഇത് പണ്ടും ഇങ്ങനെയുള്ള കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അത് കുറച്ചുകൂടെ കൂടുതലായിട്ട് അങ്ങനെ വരുന്നു എന്നുള്ള ഒരു തോന്നലുണ്ട്, അത്രേ ഉള്ളൂ. ഇനി ഇതൊക്കെ വരുമ്പോൾ ഈ പോളിസിയൊക്കെ വരുമ്പം മൃഗീയ ഭൂരിപക്ഷം വന്നു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ രാജ്യത്ത് നടക്കും. നമ്മുടെ ഭരണഘടന പോലും വേണ്ടെന്ന് വെച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? ആ രീതിയിലേക്കൊക്കെ പോയിക്കൂടെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് ഓരോ കാലാകാലങ്ങളിലുള്ള അതായത് ഗവൺമെൻറ്റുകൾ അവരുടെ ഭൂരിപക്ഷം അനുസരിച്ച് ഇരിക്കും. അവിടെയാണ് പ്രശ്നം. ഈ ജനാധിപത്യത്തിൽ യഥാർത്ഥത്തിൽ എതിർ ശബ്ദങ്ങളെന്ന് പറയുന്നത് വരേണ്ടതാണ്. പക്ഷേ ഇവിടെ ബുദ്ധിമുട്ടെന്ന് പറയട്ടെ, കുറേ രാഷ്ട്രീയക്കാർ കുറേ പാർട്ടികൾ തമ്മിക്കിടന്ന് അടികൂടും. ഇതുമെല്ലാം കഴിഞ്ഞിട്ട് ഇലക്ഷനൊക്കെ നോക്കും. അതിൽ കുറച്ച് കെട്ടുറപ്പുള്ള പാർട്ടി അവർ കടന്നു വരും. ബാക്കിയുള്ളവരെല്ലാം ഈർക്കൽ പാർട്ടികളായിട്ട് അങ്ങോട്ട് മാറി ആളുകളൊന്നുമില്ല, എതിർ ശബ്ദങ്ങളില്ല. അതാണ് പ്രശ്നം. യഥാർത്ഥത്തിൽ ഒരു 40-60 60 ഭരിക്കുന്നവർക്കും ഒരു 40 അല്ലെങ്കിൽ ഒരു 45 ഈ പ്രതിപക്ഷത്തും ഇല്ലെങ്കിൽ, ആ പെർസെൻറ്റേജ് ഇല്ലെങ്കിൽ എങ്ങനെ ശബ്ദം ഉണ്ടാവും? വിമർശനം എങ്ങനെ വരും? അപ്പം വിമർശനം ഇല്ലെന്നുണ്ടെങ്കിൽ എല്ലാ രാജാക്കന്മാരാണ്, അവർ ചെയ്യുന്നതെല്ലാം കറക്റ്റാണ്. അവിടെ സ്തുതിപാഠകർ മാത്രമേ ഉള്ളൂ, വിമർശനം നടക്കുന്നില്ല. പിന്നെ എങ്ങനെ നമ്മുടെ യഥാർത്ഥത്തിൽ നമ്മുടെ റിപ്പബ്ലിക് എങ്ങനെ മുമ്പോട്ട് പോകും? നമ്മുടെ ജനാധിപത്യം എങ്ങനെ മുമ്പോട്ട് പോകും? അത് ചിന്തിക്കേണ്ട കാര്യമാണ്. പ്രതിപക്ഷത്തിൻ്റെ ശക്തി കുറയുമ്പോൾ ജനാധിപത്യം അവിടെ മരവിക്കും പലപ്പോഴും. അതാണ് നടക്കാൻ പോകുന്നത്. അതാണ് നമ്മുടെ രാജ്യത്തിന്റെ ഇപ്പോഴത്തെ